بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر كلا لا وزر إلى ربك يومئذ المستقر. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. यदा यदा हि धर्मस्य ग्लानिर्भवति भारत अप्पिच्छानमधर्मस्यं तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे. ഈ മഹത്തായ ദേവാസമ്മേളനത്തിന്റെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ആസൂത്രിതവും ബോധപൂർവവുമായി സംഘടിപ്പിക്കുന്ന ദേവാ ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി കണ്ണവം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ ഈ പ്രദേശത്ത്
വിവിധ മതവിഭാഗങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തപൂർണമായ സമാധാനപൂർണമായ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സംസാരിക്കുന്നത്. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, സദസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കണ്ണവം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ടൗണിന്റെ പരിസരങ്ങളിൽ ഉച്ചഭാഷിണിയുടെ ശബ്ദപരിധിയിൽ നിൽക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ധാർമ്മികതയുടെ വീണ്ടെടുപ്പ് എന്ന വിഷയത്തിലാണ് ഈ പ്രത്യേകമായ ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് അതീവ ഗൗരവമായ ചില കാര്യങ്ങൾ സകല മനുഷ്യരെയും ഓർമ്മപ്പെടുത്തണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളിലും മീഡിയകളിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും ഭീതിതമായ ബീഭത്സമായ അരാജകത്വങ്ങൾ അരങ്ങ് തകർക്കുന്ന കാഴ്ച കാലത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഗൗരവമായി നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിലും പല സന്ദർഭങ്ങളിലും ഞാൻ ആലോചിച്ചു പോന്നിട്ടുള്ള വളരെ പ്രധാനമായ ഒരു കാര്യം, പത്രത്തിന്റെ ഫ്രണ്ട് പേജുകളിൽ 5 ആള് കൊല്ലപ്പെട്ടു, 6 ആള് കൊല്ലപ്പെട്ടു, 4 വയസ്സുകാരി അമ്മയാൽ കൊല്ലപ്പെട്ടു, ഭാര്യ ഭർത്താവിനാൽ കൊല്ലപ്പെട്ടു, ഭർത്താവ് മക്കളെ കൊന്നു തുടങ്ങിയ വാർത്തകൾ ഇന്ന് വാർത്തയല്ലാതായി തീർന്നിരിക്കുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ വമ്പിച്ച ദുരന്തങ്ങൾ നമ്മുടെ മനസ്സുകളിൽ മാസങ്ങളോളം അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. കാലത്തിന്റെ ദൈർഘ്യം മനുഷ്യന്റെ മനസ്സിനെ കടുപ്പിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഓട്ടോറിക്ഷയിൽ വണ്ടിയിടിച്ച് 8 പേര് മരിച്ച വാർത്ത കണ്ട നമ്മൾ ഏതാനും ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് മണ്ണാർക്കാടിന്റെ പരിസരത്ത്, പെരിന്തൽമണ്ണയുടെ പരിസരത്ത് 13ഓളം ആളുകൾ വളരെ വേദനാജനകമായ രൂപത്തിൽ വാഹനാപകടത്തിൽ മരിച്ച വാർത്ത നമ്മൾ കേട്ടു. മലയാളികളാണെങ്കിലും കേരളം വിട്ട് തമിഴ്നാടിന്റെ ബോർഡറിൽ 5 ആളുകൾ മരിച്ച വാർത്ത ഒക്കെ നമ്മൾ കേട്ടു. പക്ഷേ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ വേഗതയോ ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധമോ പിന്നീട് ഉണ്ടായി എന്ന് തെളിയിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു കൺട്രോൾ നമ്മുടെ ഹൈവേകളിൽ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നുണ്ടായോ? ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ പരമാവധി ശ്രമിക്കുകയും എ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിക്കുന്ന അഭിനവ ലോകത്തിന്റെ പ്രത്യേകിച്ച് യുവാക്കളുടെ ശരീരത്തിൽ, അവരുടെ സിരകളിൽ ഭ്രമിച്ചും അതുപോലെ അവരെ വിജൃംഭിതമാക്കിയും അവരുടെ രക്തത്തിന്റെ ചൂടും ദാഹവും എല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത്, മാത്സര്യങ്ങളുടെ ലോകത്ത് റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ഞാനടക്കമുള്ള ആളുകളുടെ മഹാനാശമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി 4 വയസ്സുകാരി മകൾ അച്ഛന്റെ കൂടെ പോകുമ്പോ അച്ഛനെ വിശ്വസിക്കാൻ അങ്ങനെ ആ കുരുന്നിന് സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭർത്താവിന്റെ കൂടെ അഥവാ പിതാവിന്റെ കൂടെ മകളെ പറഞ്ഞേക്കുമ്പോൾ അമ്മയുടെ മനസ്സ് വേദനിക്കുന്നു. സ്വന്തം ഭർത്താവ് മകളെ സമീപിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു ലോകത്താണ് അസുര കാലഘട്ടമെന്ന്, പൈശാചിക കാലഘട്ടമെന്ന് ഒക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ വളരെ ബോധപൂർവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഋഷീശ്വരന്മാരുടെയും മാമുനിവര്യന്മാരുടെയും കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തമസാ നദിയുടെ തീരത്ത് ഭാരദ്വാജന്റെ കൂടെ യാത്ര ചെയ്ത വാൽമീകി മഹർഷി 2 പക്ഷികൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിൽ അമ്പെയ്ത് വിത്താൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദ പ്രതിഷ്ഠാന്തമതമ, ആ വാചകം എല്ലാവർക്കും അറിയാം. അരുത് കാട്ടാള എന്ന് പറഞ്ഞ അതാണല്ലോ രാമായണത്തിന്റെ ഇതിവൃത്തം.
രാമഭക്തിയുടെയും രാമമന്ത്രത്തിന്റെയും പേര് പറഞ്ഞ് കാലുഷ്യത്തിന്റെ പുതിയ ഭൂമികളും കലാപങ്ങളുടെ പുതിയ സംഘർഷ ലോകവും സൃഷ്ടിച്ചുകൊണ്ട് പല ആളുകളും ഈ ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട്. ആചാര്യന്മാരുടെ നന്മകളല്ല, വേദഗ്രന്ഥങ്ങളുടെ നന്മകളല്ല, കാലം സൃഷ്ടിച്ച മഹാസംഭവബഹുലമായ ധാർമ്മികതയുടെ പടാകാഹളമല്ല ആധുനിക ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ എനിക്കും നിങ്ങൾക്കും സംശയമില്ല. ഇവിടെ എല്ലാവരും ഒരേപോലെ ബഹുമാനരായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചിന്തകൾ മതപണ്ഡിതന്മാരുൾപ്പെടെ രാഷ്ട്രീയ മേലാളന്മാരുൾപ്പെടെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. സിനിമാ നടിയായ ശ്വേതാമേനോനുമായി ബന്ധപ്പെട്ട വാർത്തകളാണെന്ന് പത്രത്തിലെ ഫ്രണ്ട് പേജുകളിലുള്ള പീതാംബരക്കുറുപ്പിന്റെ തന്നെ അപമാനിച്ചു എന്ന് പറയുന്ന നിഷേധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും വാർത്തകൾ നമ്മൾ ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഉയർന്ന വിധാനത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ കുറിച്ച് പോലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത വിധം നാടും നഗരവും ലോകവും അധാർമികതകളിൽ മുച്ചൂടും ആപതിച്ചുപോയ ഒരു കാലഘട്ടത്തിലാണ് ഞാനെന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ മക്കളെ കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്റെ മകൾ എന്തായിത്തീരുമെന്ന്, എന്റെ മകൻ എന്തായിത്തീരുമെന്ന്, നാളെ എന്ത് സംഭവിക്കുമെന്ന്, എന്റെ അഭാവത്തിൽ ഏകയായി കഴിയുന്ന എന്റെ പ്രാണപ്രേയസിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആശങ്കയോടുകൂടിയാണ് എല്ലാ മനുഷ്യരും ഒരേപോലെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും. എന്തുണ്ട് വഴി? എന്താണ് ഇതിനെല്ലാമുള്ള അടിസ്ഥാനപരമായ മാർഗങ്ങൾ? എന്താണ്? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കപ്പെടുന്നിടത്ത് പക്വതയോടുകൂടിയുള്ള ചില തീരുമാനങ്ങളിലെ ലോകം കടന്നു പോകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. നാനാജാതി മതവിഭാഗങ്ങൾ ജീവിക്കുന്ന നമ്മുടെ ലോകം, ഹൈന്ദവരും ക്രൈസ്തവരും മജൂസികളും പാഴ്സികളും ജൂത ജൈന ബുദ്ധ മതങ്ങളും ദർശനങ്ങളും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും കണാദമുനിയടക്കമുള്ള വൈശേഷികമടക്കമുള്ള ചാർവാക മതമുള്ള നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുള്ള വിശാലമായ ഗിവൻ ടേക്ക് പോളിസി സ്വീകരിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശിഷ്യ സാക്ഷര കേരളം, സുന്ദര കേരളം എന്നും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുമൊക്കെ വിളിക്കപ്പെട്ട നമ്മുടെ ഈ കേരളം, ഈ കേരളത്തെക്കുറിച്ചും നമ്മുടെ സമീപനങ്ങളെ കുറിച്ചുമൊക്കെ ഗൗരവമായ ഒരു ചിന്തയാണ് ഈ ദേവാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്, ഒരുപാട് ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? സുഖക്ഷേമ ഐശ്വര്യങ്ങളുള്ള സമ്പൽ സമൃദ്ധമായ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്ന മേന്മയേറിയ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ഒരു ലോകമുണ്ടാകണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്തിനാ പോലീസ് സ്റ്റേഷൻ? എന്തിനാ ജയില്? ശിക്ഷിക്കാനല്ല, ശിക്ഷിച്ച് നന്നാക്കാനാണ്, അല്ലേ? കുറ്റകൃത്യങ്ങളില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനാണ്. നിയമം തന്നെ, അല്ലെങ്കിൽ നിയമത്തിന്റെ കാവലാളുകൾ തന്നെ നിയമത്തെ കയ്യിലെടുക്കുന്ന ലോകമാണ് ആധുനിക ലോകം എന്ന് പറയുന്നത്. അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഫ്രാൻസിലും അതുപോലെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ധാർമ്മികതയുടെ പേരിൽ ഏറെ വേദനിക്കുന്നുണ്ട് ലോകം. അമേരിക്കയിലെ ബിൽ ക്ലിന്റൺ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ കുടുംബരംഗം പുനർക്രമീകരിക്കുമെന്നാണ്. കുടുംബത്തിന്റെ ശിഥിലീകരണം. കഴിഞ്ഞ പത്രങ്ങളിലെല്ലാം ഡൈവേഴ്സിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ, കൗടംബികമായ ജീവിതത്തിന്റെ ദുഃഖകരമായ പ്രശ്നങ്ങളെ എല്ലാം അപഗ്രഥന സ്വഭാവത്തോടെ ഉഷാ വില്യംസിനെ പോലെ കേരളത്തിൽ അറിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ വിദഗ്ധരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും എല്ലാം ഒരേപോലെ ഭീകരമായി നോക്കിക്കാണുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കേരള മണ്ണിലുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെട്ട ഈ മണ്ണ് മദ്യപാനികളുടെ സ്വന്തം നാട്, കുടിയന്മാരുടെ നാട് എന്ന ഓമന പേരിലാണ് 2013 പിറന്നപ്പോ പുതിയ പേരുകൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നുപോയത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വികലാംഗരായ ആളുകൾക്ക് വിദേശ ഷാപ്പിന്റെ മുമ്പിൽ പ്രത്യേകമായ ക്യൂ ഏർപ്പെടുത്തി അതൊരു നല്ല കാരുണ്യ പ്രവർത്തനമായി ചിത്രീകരിക്കുന്ന വൃത്തികെട്ട ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മദ്യപാനമരുതേ, കുടിക്കരുതേ. നോക്കൂ, തിരൂരിന്റെ നടുറോട്ടിൽ വെച്ച് സ്വന്തം ഭാര്യയുടെ ആങ്ങളയെയും
ആങ്ങളയുടെ പുത്രനെയും വെട്ടിക്കൊന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ കഥയാണ് മെനയാന്നത്തെ പത്രത്തിലുണ്ടായത്. കാമുകന്റെ കൂടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമാകുന്നു പേടിച്ച പിഞ്ചോമനയെ 4 വയസ്സുള്ള പെൺകിടാവിനെ കൊന്നൊടുക്കിയ കഥയാണ് പത്രതാളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വാർത്തകളല്ലാതായി തീരുന്ന, വേദനകളല്ലാതായി തീരുന്ന, നൊമ്പരങ്ങളല്ലാതായി തീരുന്ന, മനുഷ്യന്റെ മനസ്സുകൾ കാരിരുമ്പ് പോലെ കഠിനമായി തീരുന്ന, പർവ്വതങ്ങളെപ്പോലെ ഉറച്ചു നിൽക്കുന്ന മനസ്സുകളുടെ ഉടമകളെയാണ് ആധുനിക ലോകത്ത് നാം കാണുന്നത്. എന്തേ ദയയും ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്താണ് ആധുനിക മനുഷ്യന്റെ ജീവിതം. മതമില്ലാത്തത് കൊണ്ടല്ല, ആരാധനാലയങ്ങളില്ലാത്തത് കൊണ്ടല്ല. ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ആരാധനാലയങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയും അമ്പലങ്ങളുടെ പുനർക്രമീകരണം, മസ്ജിദിന്റെ പുനർക്രമീകരണം, ചർച്ചിന്റെ പുനർക്രമീകരണം, ഭൂരിപക്ഷ മതവിശ്വാസികളുള്ള ഒരു നാട്ടിൽ ധാർമ്മികതയ്ക്ക് നിലവാരമില്ലാതെ പോകുന്ന, ധാർമ്മികതയ്ക്ക് ഇടിവ് സംഭവിക്കുന്ന, നീതിക്ക് കാവലാളാകേണ്ട ആളുകൾ നീതിയെ നിഷേധിക്കുന്നവരായി തീരുന്ന അത്യന്തം വേദനാജനകമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ഗൗരവമായ ഒരു ചർച്ച അനിവാര്യമാണ്. ആരപക്ഷത്ത് നിന്നുകൊണ്ടല്ലേ, മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ ഒരു പഠനം. ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് മതങ്ങളുണ്ട് ഇവിടെ. മതങ്ങളുടെയൊക്കെ അധ്യാപനങ്ങൾ തന്നെ എന്താണ്? മതങ്ങളുടെ അധ്യാപനങ്ങൾ നന്മ നിറഞ്ഞു നിൽക്കുന്ന കുറെ ആധ്യാത്മിക ജ്ഞാന സമ്പത്തുക്കളാണ് മതം മനുഷ്യന്റെ മുമ്പിൽ നൽകുന്ന വളരെ പ്രധാനമായ കാര്യം. അവിടെയാണ് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുമുള്ളത്. മനുഷ്യൻ നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഇവിടെയില്ല. മനുഷ്യർ നന്നാകണം. പലപ്പോഴും നമ്മൾ പറയും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. സത്യത്തിൽ അന്ന് ശ്രീനാരായണ ഗുരു അത് പറഞ്ഞ കോണ്ടസ്റ്റിനെ ഞാൻ ഒരിക്കലും വിമർശിക്കുന്നില്ല, ചോദിക്കുന്നില്ല. പക്ഷേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതൊരു തത്വമായി എടുക്കുകയാണെങ്കിൽ, ഒരാദർശമായി എടുക്കുകയാണെങ്കിൽ അത് ശരിയല്ല. അതാണ് എന്റെ വിശ്വാസം. മനസ്സിൽ ഒളിച്ചു വെച്ച് ഞാനൊന്നും പറയുന്നില്ല. വസ്തുതാപരമായി പറയണം, മതമേതായാലും മനുഷ്യൻ നന്നാവൂല. നമുക്ക് തിരിച്ചു പറയാം, മനുഷ്യനാരായാലും മതം നന്നാകണം. അതെന്താ? ഇപ്പൊ സാധാരണയായി മരുന്ന് നന്നായാലേ രോഗം മാറും, ഉറപ്പല്ലേ? എന്താണോ രോഗം അതിനനുസരിച്ചുള്ള മരുന്ന് കുടിച്ചാലേ രോഗം മാറും. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി, രോഗം ഏതായാലും അല്ല മരുന്ന് ഏതായാലും രോഗം മാറിയാൽ മതി എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഒന്ന് പറഞ്ഞു നോക്ക് എല്ലാരും. മരുന്ന് ഏതായാലും രോഗം മാറിയാൽ മതി എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അതെത്ര ബ്ലണ്ടറാണോ, അതെത്ര വിവരക്കേടാണോ, അതുപോലെ തന്നെ വിവരക്കേടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കാരണം എന്താ? സ്കൂൾ ഏതായാലും കുട്ടി നന്നായാൽ മതി എന്നൊന്ന് പറഞ്ഞു നോക്ക്. ടീച്ചർമാരെ കൃത്യത്തിന് വരാത്ത, പഠിപ്പിക്കാത്ത, ശ്രദ്ധിക്കാത്ത, അലംഭാവമുള്ള ഒരു സ്കൂള് നല്ല കെട്ടിടാന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കുട്ടീനെ ചേർത്താൻ നന്നാവോ? നിങ്ങൾ എല്ലാവരും പറയും, കണ്ണവത്തുള്ള എല്ലാവരും പറയും ഇല്ല. അപ്പൊ നമുക്ക് പറയാം, മനുഷ്യനാരായാലും മതം നന്നാകണം. എന്താ അങ്ങനെ പറയാൻ? മതം നന്നായാലേ ആ മതം സ്വീകരിച്ചോ നന്നാവും. മതം നന്നായാലേ നല്ല മെറ്റീരിയൽസ് ആണെങ്കിലേ നല്ല ഷർട്ടാവുള്ളൂ, ക്വാളിറ്റിയുള്ള വസ്തുക്കളായാലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. മതം നന്നായാൽ ആ നല്ല മതം സ്വീകരിച്ച മനുഷ്യൻ നന്നാവും. അതാണ് പോയിന്റ്. അതുകൊണ്ട് തന്നെ മതം നന്നാകണം. മതത്തിലൊരു ന്യൂനത ഉണ്ടാവരുത്. മതം ദൈവികമായിരിക്കണം. മതം മനുഷ്യനിർമ്മിതമാകരുത്. മതത്തിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകരുത്. മതത്തിൽ പാർഷ്വാലിറ്റി ഉണ്ടാകരുത്. മതത്തിൽ സങ്കുചിതത്വം ഉണ്ടാകരുത്. മതം മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നതാകരുത്. അതിന് മതം എന്താകണം? മതം മാനവികമാകണം. മതം ദൈവികമാകണം. മതം സമ്പൂർണമാകണം. മതത്തിൽ അവ്യക്തതകൾ ഉണ്ടാകരുത്. മതം കാലുഷ്യം പഠിപ്പിക്കുന്നതാകരുത്. അങ്ങനെ മതത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ വേണം. സാധാരണഗതിയിൽ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് നമ്മൾ പറയാം. പക്ഷെ ഇസ്ലാം മതം എന്ന് പറയുന്നതിന് അഭിപ്രായം എന്നല്ല, ഖണ്ഡിതമായ തീരുമാനമാണ് മതം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറാം, വേറൊരാൾക്ക് തിരുത്താം. അക്കോർഡിംഗ് ടു വാഷിംഗ്ടൺ, അക്കോർഡിംഗ് ടു അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കന്റെ അഭിപ്രായം അല്ലേ? അഭിപ്രായം എന്ന് പറയുന്നത് വേറെയാണ്. അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്? വേറെ വേറെ കാര്യങ്ങളാണ്. നേരെ മറിച്ച് വളരെ ഗൗരവമായി പറയേണ്ടത്, മതം പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതാകുമ്പോൾ, ഏത് പടച്ച തമ്പുരാൻ?
മുസ്ലിമിനെ പടച്ച ഒരു ദൈവം വേറെ, ക്രിസ്ത്യാനിയെ പടച്ച ദൈവം ഒന്ന് വേറെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളെ പടച്ച ഒരു ദൈവം വേറെ എന്ന വീക്ഷണത്തില അല്ല. ആകാശം സൃഷ്ടിച്ചതാരാണോ, ഭൂമി സംവിധാനിച്ചതാരാണോ, ഈ പർവ്വതങ്ങളെ സംവിധാനിച്ചതാരാണോ, കൃമികീടങ്ങളെ സംവിധാനിച്ചതാരാണോ, സാഗരങ്ങളെ സംവിധാനിച്ചതാരാണോ, ഈ കാട്ടാറുകളും കാനനങ്ങളും സംവിധാനിച്ചതാരാണോ, അങ്ങനെ ഒരു പരാശക്തി ഉണ്ടല്ലോ. ആ ശക്തി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മതം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതെന്താ, അതേതാണ് എന്ന് ഗൗരവമായി പഠിക്കുമ്പോഴാണ് മതത്തെക്കുറിച്ചുള്ള ചർച്ച പ്രസക്തമാകുന്നത്. മനുഷ്യർ ഉൾക്കൊള്ളുന്ന മതം സമ്പൂർണമായി ദൈവികമാവുക എന്ന്. അവിടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിന്റെ ധാർമ്മികമായ സംവിധാനത്തെക്കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും വിശുദ്ധ ഖുർആൻ വായിക്കാം. വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ച് വായിക്കും തോറും അത്ഭുതങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുമെന്നതാണ് വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാവണം. നമ്മൾക്ക് നമ്മളെ കുറിച്ച് പുച്ഛം തോന്നുമെന്നല്ലാതെ ഖുർആനിന്റെ ഓരോ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മാനവികമല്ലാത്ത, ഞാൻ വളരെ ഗൗരവമായി പറയും, കണ്ണപത്തന്റെ പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും എന്റെ ഈ പരാമർശത്തെ വെല്ലുവിളിയോടുകൂടി നേരിടാവുന്നതാണ്. ആദർശപരമായി വെല്ലുവിളിയോടുകൂടി നേരിടാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ മാനവികതയ്ക്ക് എതിരായി എന്റെ പരാമർശം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നല്ല തന്റെ ഇടത്തോടെയാണ് ഞാൻ പറയും. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം ഒരു മതസമൂഹത്തിനെതിരായോ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെതിരായോ ഒരു പരാമർശമില്ല. മറിച്ച് മനുഷ്യത്വമല്ലാത്ത എന്തെങ്കിലും ഒന്ന് തമ്മിൽ തല്ലാനോ കൊല്ലാനോ കഴുത്തറക്കാനോ ഒന്നും വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമേയില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തുറന്നു പറയാൻ കഴിയും. ഖുർആൻ എന്താണ് എന്നത് വളരെ ഗൗരവമായി അറിയണമെങ്കിൽ ഖുർആൻ ഒന്നാമതായി മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ഒരു ഗോത്രത്തെയോ ഒരു ജനപദത്തെയോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ജനപദങ്ങളെയോ അല്ല വിശുദ്ധ ഖുർആൻ അഭിമുഖീകരിക്കുന്നത്. ഖുർആനിൽ 20-ലധികം തവണ 21-ലധികം തവണ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അല്ലേ, മാനവതയെ ഒന്നിച്ചു പറയാൻ. അപ്പൊ മാനവിക സൗഹാർദ്ദ സമ്മേളനം, മാനവതയെ ഒന്നായി ഉൾക്കൊള്ളാൻ, മനുഷ്യരെ മുഴുവനും ഉൾക്കൊണ്ട് സംസാരിക്കാൻ അതൊരു വേദഗ്രന്ഥത്തിന് കഴിയുക എന്നത് അപാരമാണ്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ തുടക്കം തന്നെ എന്താണ്? ലോകത്തിലെ എത്രയോ വേദങ്ങൾ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ഖണ്ഡോപനിഷത്ത്, ശ്വേതോപനിഷത്ത്, തൈത്രിയോപനിഷത്ത്, അങ്ങനെ തുടങ്ങി അനവധി ഉപനിഷത്തുക്കൾ, 18 പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം തുടങ്ങി ശ്രീമദ് ഭഗവത്ഗീത, അങ്ങനെ തുടങ്ങി ഒരുപാട് ഗ്രന്ഥ സമാഹാരങ്ങൾ. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റും ഒരു ഭാഗത്ത്, തെന്നവസ്തും തെൽമൂത്തും മറുഭാഗത്ത്, ഇഷ്ടം പോലെ വേദഗ്രന്ഥങ്ങൾ. ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആൻ. ആ ഖുർആനിന്റെ തുടക്കം നിങ്ങൾ ഋഗ്വേദം പരിശോധിച്ചോ, സാമവേദം പരിശോധിച്ചോ, യജുർവേദം പരിശോധിച്ചോ, അഥർവവേദം പരിശോധിച്ചോ, അതുപോലെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പരിശോധിച്ചോ, അതിന്റെ ഒന്നും തുടക്കം ഇങ്ങനെയല്ല. ഖുർആനിന്റെ തുടക്കം തന്നെ ഇഖ്റ, വായിക്കുക, മനുഷ്യരെ വായിക്കുക. വായന, എവിടെ വായനയുണ്ടോ അവിടെ സംസ്കാരമുണ്ട്. എവിടെ വായനയില്ലയോ അവിടെ സംസ്കാരം നശിച്ചു പോകും. വായനയിലൂടെ, പഠനങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ പേന എന്നാണ്. സൂറത്ത് കലം. പേന. നോക്കൂ, ഇസ്ലാം പറയുന്നത് ലോകത്ത് ദൈവം ആദ്യമായി പടച്ച വസ്തു എന്താണെന്നറിയോ? പേനയാണ്. അത്ഭുതമാണ്. ലോകത്ത് ദൈവം ആദ്യമായി പടച്ച വസ്തു പേനയാണെന്നാണ് ഖുർആൻ പറയുന്നത്. പേനയുടെ പ്രാധാന്യം ലോകത്തെ പഠിപ്പിച്ച പേനയുടെ പ്രാധാന്യം. ഇഖ്റ, വായിക്കുക പ്രവാചക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സിട്ടാവിന്റെ നാമത്തിൽ. കണ്ടോ, അക്ഷരദേവത എന്നല്ല പറയും, നിന്നെ സൃഷ്ടിച്ച സിട്ടാവിന്റെ നാമത്തിൽ. ആരാണോ നിന്നെ സൃഷ്ടിച്ചത്, ആരാണോ നിന്നെ സംവിധാനിച്ചത്, 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് പുരുഷൻ ഒരു സമയത്ത് ശ്രവിക്കപ്പെടുന്ന 2 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിലെ 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്ത് ദൈക്കോട്ടായി മാതാവിന്റെ ഗർഭപാത്രഭിത്തിയിൽ ചോര കുടിക്കുന്ന അട്ടയെപ്പോലെ
അള്ളിപ്പിടിച്ചു കിടന്ന ഈ ബീജഗണം, ഈ മാംസബിന്ദു, ഈ രക്തകണം, അതിന്ന് നമ്മളൊക്കെയായി, ഞാനെന്ന പ്രാസംഗികനായി, ഇവിടെ പോലീസുകാരെന്ന വേഷധാരികളായി, ഡോക്ടർമാരായി, നിങ്ങളായി, നമ്മളായി എല്ലാം ഇവിടെ വളർന്ന് പടർന്നു പന്തലിച്ചു. ഒരേ ഒരു ചോദ്യം മനുഷ്യരാശി അത്ഭുതത്തോടുകൂടി ചോദിക്കേണ്ട കാര്യമാണ്. ഒരു റോബസ്റ്റ് പഴമെടുത്ത് അതിന്റെ തൊലി ഉരിഞ്ഞ് അതിന്റെ മാംസം വായിലേക്കിടുമ്പോ എന്റെ ബാല, എന്റെ സുബ്രഹ്മണ്യ, ദേവദാസേ, ബഷീറെ, ഒരു പ്രധാനമായ ചിന്ത, ഈ മാംസത്തെ രൂപപ്പെടുത്തിയതിൽ ഒരു മനുഷ്യനും പങ്കില്ല, ഒരു സൃഷ്ടിക്കും പങ്കില്ല. ആരാണ് ഈ മണ്ണിന്റെ അമ്മ ഗുണത്തിൽ നിന്ന്, ഈ ചരൽക്കല്ലുകളിൽ നിന്ന് ഈ പഴത്തെയും വാഴയെയും സൃഷ്ടിച്ച് ഇவ்விதം ഇതെല്ലാം സൃഷ്ടിച്ച ഒരു പരാശക്തിയില്ലേ? ലോകത്തിന്റെ നാഥൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വരവിശ്വാസിയെ നിരീശ്വരവാദിയെയും കൃമികീടങ്ങളെയും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളെയും കാനനിൽ ഗർജിക്കുന്ന സിംഹത്തെയും ആ ഗർജനം കോട്ട് ഓടിയൊളിക്കുന്ന മാൻപേടയെയും എല്ലാം സൃഷ്ടിച്ച ഒരു ലോകത്തിന്റെ നാഥനില്ലേ? ആരാണവൻ? അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് മതം ആരംഭിക്കുന്നത്. മതം ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ്, അതാണ് പോയിന്റ്. മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ആ പഠനത്തിൽ നിന്നാണ് ദൈവവിശ്വാസത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, എനിക്ക് സമയമില്ല, മഗ്‌രിബിന് മുമ്പായി എന്റെ പ്രഭാഷണം അവസാനിക്കേണ്ടതുണ്ട്. സന്ദർഭം ആവശ്യപ്പെട്ടാൽ മഗ്‌രിബിന് ശേഷം അല്പം സംസാരിക്കാം ആവശ്യമെങ്കിൽ. സഹോദരങ്ങളെ, വളരെ പ്രധാനമായ കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന ചോദ്യം. എന്തിനു നമ്മളിവിടെ ജീവിക്കുന്നു? ഇതര ജീവജാലങ്ങളിൽ നിന്ന് നമ്മുടെ വ്യത്യാസം എന്താണ്? ജന്തുലോകത്ത് അച്ഛന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് മകൾ. അതുപോലെ മകന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് അമ്മ. അമ്മ എന്ന മഹത്തായ വികാരം അത് ജന്തുലോകത്തില്ല. ഉണ്ടോ? മകന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് അമ്മ ജന്തുലോകത്ത്. അതിന്റെ പേരിൽ അവിടെ അരാജകത്വമുണ്ടോ? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന വലിയൊരു സംഭവമുണ്ട്. സ്വന്തം മാതാവിനെ കടപ്പറയിലേക്ക് ക്ഷണിച്ച ഈഡിപ്പസ് രാജാവിന്റെ കഥ. അമ്മയെ പ്രാപിച്ച മകൻ എന്നത് ലോകത്തൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. നേരെ മറിച്ച് ജന്തുലോകത്ത് അതില്ല. എന്തുകൊണ്ട് എന്നതിന് മറുപടി വേണം. നമ്മൾ വെറുതെ മതത്തെ എതിർത്ത് ആദർശങ്ങളെ എതിർത്ത് ഞെളിഞ്ഞിട്ട് കാര്യമല്ല. പറയണം, നിങ്ങൾ മനുഷ്യൻ എന്തിനു ജീവിക്കുന്നു? മനുഷ്യൻ എന്ന ഉന്നതനായ സൃഷ്ടി എന്തുകൊണ്ട് പട്ടിയെപ്പോലെ പന്നിയെപ്പോലെ ആവുന്നില്ല? അത് ഗൗരവമായ പഠനമാണ്. ഇനി മനുഷ്യന്റെ ജീവിതത്തിന് ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്നു, നായയാണ് ഏറ്റവും ബെറ്റർ, പട്ടിയാണ് ഏറ്റവും ബെറ്റർ, കുരങ്ങാണ് ഏറ്റവും ബെറ്റർ. മനുഷ്യനായി ജനിക്കേണ്ടതില്ല. എന്തിന് മനുഷ്യനായി ഇവിടെ ജനിച്ചു? മനുഷ്യനെന്ന ഈ മഹാപ്രതിഭാസത്തിന്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ എന്തിനിവിടെ വന്നു? അവന്റെ സൃഷ്ടിയുടെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അമ്മ, ഭാര്യ, മകൾ എന്ന വികാരങ്ങൾ മൂന്നാണ്. മൂന്നും പെണ്ണാണ്. വർഷങ്ങൾ കഴിഞ്ഞ് എയർപോർട്ടിൽ വന്ന് അമ്മയെ ചുംബിക്കുന്ന ഒരു മകന്റെ വികാരവും ഭാര്യയെ ചുംബിക്കുന്ന ഭർത്താവിന്റെ വികാരവും മകളെ ചുംബിക്കുന്ന പിതാവിന്റെ വികാരവും വ്യത്യസ്തമാണ്. ഒരേ മനുഷ്യനാണ് ചുംബിക്കുന്നത് മൂന്ന് പേരെ ചുംബിക്കുമ്പോഴുമുള്ള മാനസികാവസ്ഥ മൂന്നാണ്. എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഇതുണ്ടായി? ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ വ്യത്യാസപ്പെട്ടു? ഇത് ഗൗരവമായി പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതം പാഴ്വേലയായി പോകരുത്. ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, ജൈനനായി ജീവിച്ച് മണ്ണിന്റെ ഭാഗമായി മണ്ണോട് മണ്ണ് ചേരും ഞാനും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല. മറിച്ച് മണ്ണിന് ശേഷം, മരണത്തിന് ശേഷം ആണ് യഥാർത്ഥമായ ജീവിതത്തിന്റെ തുടക്കം. എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് ഖബറിലെത്തുമ്പോഴാണ്, സെമിത്തേരിയിലെത്തുമ്പോഴാണ്, തൊടലക്കളത്തിലെത്തുമ്പോഴാണ്. ആ പോയിന്റ് എല്ലാവരും മനസ്സിലാക്കണം. എവിടെയാ ജീവിതത്തിന്റെ തുടക്കം? എവിടെയാ ജീവിതത്തിന്റെ ഉടക്കം? 60 കൊല്ലമോ 70 കൊല്ലമോ 80 കൊല്ലമോ ഈ മണ്ണിൽ ജീവിച്ചാൽ ആ ജീവിതം കഴിഞ്ഞ് മണ്ണോട് മണ്ണ് ചേർന്ന് എല്ലും ശരീരമൊക്കെ നുരുമ്പി മണ്ണിന്റെ ഭാഗമാകും എന്നാരും വിചാരിക്കണ്ട. എന്താ അങ്ങനെ പറയാൻ? അങ്ങനെ വിചാരിക്കാൻ ഒരു തെളിവില്ല. മറിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, സാധ്യതയുണ്ട്, ഉറപ്പാണ് എന്ന് പറയാനേ തെളിവുള്ളൂ. അതെന്താ? എനിക്ക് 41 വയസ്സായി. 41 കൊല്ലത്തിന് മുമ്പ് ഞാനില്ല. അതിന് മുമ്പ് എന്റെ ഉമ്മല്ല, എന്റെ ഉപ്പല്ല. അവർ വിവാഹിതരായി, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അവരുടെ മകനായി ഞാൻ ജനിച്ചു. അതിനു മുമ്പ് ഞാനില്ല. എന്നോട് ചോദിക്കാതെ, എന്നോട് പറയാതെ, ഞാൻ അറിയാതെ, എന്റെ സമ്മതമില്ലാതെ മലയാളിയായി ഈ മണ്ണിൽ ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചു. അതാണ് യാഥാർത്ഥ്യം. നാളെ എന്നോട് ചോദിക്കാതെ, ഞാൻ അറിയാതെ, എന്നോട് പറയാതെ
ഞാൻ മരിക്കും, വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. അത് മഹാവിഡ്ഢിത്വവുമാണ്. എന്തുകൊണ്ട്? ഒന്നുമില്ലായ്മയിൽ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടോ, പിന്നെ നിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിലെ ബുദ്ധി എന്താണ്? ഒരു പ്ലാവ് മുറിച്ചെടുത്ത് അതിനെ ഈർച്ചമില്ലിൽ കൊണ്ടുപോയി പലകയാക്കി ഒരു നല്ല പത്തായമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു നല്ല മേശയുണ്ടാക്കി അതിന്റെ ജോയിന്റിൽ നിന്ന് ആ നെട്ടും ബോൾട്ടും അയച്ചെടുത്താൽ, സ്ക്രൂ അയച്ചെടുത്താൽ അതിനെ റീഫിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവൻ വിഡ്ഢിയാണ്. അവനാണ് വിഡ്ഢി. അവന് യുക്തിവാദിയെന്നോ മതനിഷേധിയെന്നോ ശാസ്ത്ര സാഹിത്യ പരിഷത്തെന്നോ എന്തോ നിങ്ങൾ വിളിച്ചോളൂ, അവൻ വിഡ്ഢിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ലോകത്ത് ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് എന്താ അർത്ഥം? അപ്പൊ നമ്മളൊരാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് മോനെ, നീ എന്തിനാ പഠിക്കണത്? ഞാൻ +1 മോനെ. +1 കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഡിഗ്രി. ശരി മോനെ, എന്തിനാ ഡിഗ്രി എടുക്കുന്നത്? എന്തിനാ BBA കോഴ്സ് കഴിയണത്? എന്തിനാ ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സയൻസ് കഴിയണത്? എന്തിനാ എഞ്ചിനീയർ ആവണത്? എന്തിനാ ആവണത്? അപ്പൊ അവൻ പറയും, എനിക്കൊരു നല്ല ഉദ്യോഗം കിട്ടാനാണ്. ഇതിന്റെ മോനെ ഉദ്യോഗം? നല്ലൊരു ശമ്പളം കിട്ടാനാണ്. ഇതിന്റെ മോനെ ശമ്പളം? നന്നായി ജീവിക്കാനാണ്. എന്തിനാ മോനെ ജീവിക്കുന്നത്? അതിന് മാത്രം മറുപടിയില്ല. ബാക്കിയെല്ലാം വയനാട്ടിലെ ചോര ഇറങ്ങണ മാതിരി മറുപടി. എന്തിനാ ജീവിക്കണേ? അതൊരു ഫുൾ സ്റ്റോപ്പ്. അതെന്താ അങ്ങനെ? എന്തിനാ ജീവിക്കണത്? കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ സർവതന്ത്ര സ്വതന്ത്രരാണ് നമ്മുടെ നാട്ടിൽ. ഭീകരവാദിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാതെ തന്നെ ജയിലിട്ട ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് 5 പേരെ മുമ്പേ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയച്ചു. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അവരിപ്പോഴും തീവ്രവാദികളാണ്. എന്നാൽ കൊടും ഭീകരവാദികൾ ഈ രാജ്യത്തിലെ പരമോന്നത സ്ഥാനത്തെത്താൻ എന്തുമാത്രം കണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൊടും ഭീകരവാദികൾ ഇല്ലേ? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ പത്രത്തിൽ സെബാസ്റ്റ്യൻ പോളിന്റെ MP സെബാസ്റ്റ്യൻ പോളിന്റെ ഒരു ലേഖനം ഞാൻ വായിച്ചു. 680-ലധികം വരുന്ന ആളുകൾ പാർലമെന്റിൽ ചട്ടമ്പികളാണത്രേ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഒന്നുകിൽ കൊലപാതകികൾ, അല്ലെ കുറ്റകൃത്യം ചെയ്തവർ, മാരകമായ ക്രമക്കേടുകൾ സംഭവിച്ചവർ. 3 മുൻ മുഖ്യമന്ത്രിമാരാണ് ജയിലിൽ കിടക്കുന്നത്. എന്താ കാരണം? സാമ്പത്തിക രംഗത്തെ കൃത്രിമത്വം. ഞാൻ പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ്. പക്ഷെ ഇന്ന് നടക്കുന്നതോ, എത്ര നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു വലിയ കുറ്റവാളി ഒരു കാരണത്താലും ശിക്ഷിക്കപ്പെടരുത് എന്നിടത്തേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥാവിശേഷം രാജ്യത്തും ജുഡീഷ്യറിയിലും നിയമത്തിലും ഒക്കെ വന്നെന്താ? ഇതൊക്കെ കൊണ്ടുനടക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ കാലം ചെല്ലുമ്പോൾ കേടുവരും. അല്ലാതെ കോടതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഒരു ദൈവ വ്യവസ്ഥയല്ലേ അത്. മനുഷ്യരാണ് കൊണ്ടുനടക്കുന്നത്. വക്കീലും ജഡ്ജി എന്ന് പറയുന്ന മനുഷ്യനാണ്. ഭൗതികതയിലേക്ക് മോഹം വരാവുന്ന മനുഷ്യനാണ്. അല്ലേ? ആണ്. അല്ല എന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് മനുഷ്യൻ നന്നാകണം. എന്താ വഴി? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം. ഈശ്വര വിശ്വാസിയായിരുന്നില്ല, ബൗദ്ധൈവ വിശ്വാസിയായിരുന്നു അദ്ദേഹം. പണ്ഡിറ്റ് ജവഹർലാൽ